ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായി, കുറേ കാലമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ, ഒട്ടും കുറയ്ക്കണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല, ഒന്നുമില്ല. എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്ന് ഈവനിങ് ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മഴ ഇല്ലെങ്കിൽ പോകും. ഇന്നലെ ഇതേപോലെ പ്ലാൻ ചെയ്തിട്ട് മഴ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഞാൻ രാവിലെ അമ്മനെ വിഷ് ചെയ്തു. പിന്നെ സ്റ്റോറി സ്റ്റാറ്റസും ഒക്കെ ഇട്ടു. പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. പിന്നെ ഇന്ന് മഴക്കാറുണ്ട് കുറച്ച്. ഈവനിങ് ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പോകും. വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നീക്കാൻ നല്ല ലേറ്റായി. ഇനിയിപ്പോൾ പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് ചായ കുടിക്കണം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മുടി ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് 10 മാസമായി. അപ്പോൾ എൻ്റെ ഏകദേശം ആ ബോട്ടോക്സിൻ്റെ എഫക്റ്റുകളൊക്കെ മാറി എൻ്റെ പഴയ ഹെയറിലേക്ക് തിരിച്ചു വന്നു. കണ്ടോ, എൻ്റെ പഴയ ആ കേളി ഹെയറിലേക്ക് അത് മാറി. ഇപ്പോൾ ആകെ എഫക്റ്റൊക്കെ പോയി. ഇപ്പം എൻ്റെ ചുരുണ്ട മുടി മാത്രം ബാക്കിയായി. അപ്പോൾ അവിടെ ഇവിടെ മാത്രം കുറച്ച് ചുരുണ്ട മുടി, അവിടെ മാത്രം കുറച്ച് സ്ട്രെയിറ്റ് മുടി. അപ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാം കത്തിക്കൽ കഴിഞ്ഞു. ബൊട്ടോക്സ് ചെയ്തതിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ബൊട്ടോക്സ് ചെയ്യുന്ന സമയമായി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് കുളിച്ച് ഒന്ന് നോക്കണം, പുറത്തേക്കൊക്കെ പോകാൻ നോക്കണം. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി കുളിച്ച് ഫ്രഷ് ആവുന്നതിന് മുന്നേ നമുക്ക് വേറൊരു വലിയൊരു പണിയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ഫസീലേനെ ഇന്നൊന്ന് കുളിപ്പിച്ചെടുക്കണം. ഓക്കെ, പാവം ഇന്നലെ ഒരുപാട് മഴയൊക്കെ കൊണ്ട് ആകെ ചളി പിടിച്ചിരിക്കണം. അപ്പം നമുക്ക് ഫസീലേനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. ഇവളുണ്ടല്ലോ എൻ്റെ കൂടെ 2022 മുതലുണ്ട്. ഞാൻ ആഗ്രഹിച്ച് ആറ്റുനൂറ്റ് ആദ്യമായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസീലയാണ്. ഇതെനിക്ക് 2022 മുതൽ ഇവൾ എൻ്റെ കൂടെയുണ്ട്. ഇതുവരെ നല്ല കുട്ടിയാണ്. ഇതുവരെ എന്നെ ഒരു സ്ഥലത്ത് വീഴ്ത്തിയിടുകയോ എനിക്ക് അവിടെ ഇവിടെ നിന്ന് പണി തരികയോ ഒന്നും ആളിതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഒരു വട്ടം ഇവളും പാടെ വീണിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ ഒരു മഴ സമയത്ത് ഞാനൊരു ഇറക്കത്തിൽ ബ്രേക്ക് പിടിച്ച് വന്നത് സ്ലിപ്പായിട്ട് ഞങ്ങളങ്ങനെ 2 പേരും പാടെ നിലം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ കാലിലുണ്ട്. അതേപോലെ തന്നെ അവളുടെ മേത്തും ആ പാട് ഉണ്ട്. പിന്നുണ്ടല്ലോ, വണ്ടി ഓടിക്കുക എന്നല്ലാതെ ഈ വണ്ടീനെ കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചോ എനിക്കൊരു ABCD പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ ഫസീലയുടെ കുളിയൊക്കെ കഴിഞ്ഞതാ, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ടടാ. അപ്പോൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി. ഓക്കെ, ഈ ലിപ്സ്റ്റിക്കും കൂടി ഇടാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മഴപ്പില്ല, തീരെ മഴക്കാറുമില്ല. അപ്പോൾ ഒന്ന് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മഴ വരുന്നതിന് മുന്നേ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, ലിപ്സ്റ്റിക്ക് ഇട്ടു, നമ്മൾ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ടാറ്റാ. അപ്പോൾ നമ്മൾ ആദ്യം പോകാമെന്ന് വിചാരിച്ചത് വരിക്കാശ്ശേരി മന അല്ലെങ്കിൽ മനുഷ്യര് ഡാൻസിങ് ഫൗണ്ടൻ ആയിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ മഴ പെയ്താലോ വെച്ചിട്ട് അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ മാനൂർ പാലത്തേക്ക് എത്തി. അപ്പോൾ ആദ്യം മുകളിൽ, അതായത് പാലത്തിൻ്റെ മുകളിൽ നിൽക്കാൻ വിചാരിച്ചു. പിന്നെ താഴത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെ താഴത്തേക്ക് പോയിട്ടോ. ഈവനിങ് ടൈമിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ വന്നിരിക്കാൻ അടിപൊളിയായിട്ടുണ്ടോ. ഇവിടെ കുറേ കുട്ടികളും അങ്ങനെയൊക്കെ അവർ വന്നിട്ട് പിന്നെ കുറേ പേര് റീൽസൊക്കെ എടുക്കാനായിട്ടൊക്കെ കുറേ പേര് വന്നിരിക്കുന്നതാണ്. പിന്നെ ഇത് പുഴ കണ്ട പൊരുത്തൻ അവന് കല്ലെടുത്തിട്ട് എറിയാൻ അറിയുന്നു പറഞ്ഞിട്ട് 3 വട്ടം ഇങ്ങനെ കല്ലിങ്ങനെ പോകൂലേ, അതെനിക്ക് കാണിച്ചു തരാൻ കേട്ടോ. നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്കറിയാത്തതുകൊണ്ട് നമ്മുടെ മുന്നിൽ കുറച്ച് ഷോ ആണ്. പിന്നെ ഞാൻ അവിടെ കിടക്കണ കുറച്ച് ഷെല്ലും കുറച്ച് വെറൈറ്റി കല്ലുകളൊക്കെ പെറുക്കി കുറച്ച് നേരം അങ്ങനെ നടന്ന് ഞാൻ കുറച്ച് സമയം കളഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇരുട്ടാവാറായപ്പോൾ, അല്ലെങ്കിൽ ഈവനിങ് ആയപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. കാരണം നമുക്ക് കടയിലും കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. അപ്പോൾ അത് ലേറ്റ് ആവേണ്ട വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെ അതാ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞ് വീടെത്തി. സത്യം പറഞ്ഞാൽ കുറേ ഭാഗങ്ങൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് കടയിൽ കയറിയതും ഇറങ്ങിയതും ഒക്കെ അതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ കുറേ എണ്ണം ഞാൻ മറന്നുപോയി. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം TV കാണണം, പിന്നെ ചായ കുടിക്കണം. ഇപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ലൈവ് പോകണം, അത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് നമുക്ക് പണികളൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.